ഹലോ, എല്ലാ പുലരി ടി വി പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയെ ഇവിടെ എത്തിയിരിക്കുന്നത് ഒറ്റ ചിത്രം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിലേക്ക് കയറി പറ്റിയ സംവിധായകൻ ശ്രീ ജോളിമാ സാറാണ്. അപ്പോൾ സാറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ ഫിലിം ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സാറിൻ്റെ സിനിമാ ലോകത്തെ വരവ് എങ്ങനെയായിരുന്നു സാർ? പിന്നിട്ട വഴികൾ, തുടക്കം എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാമോ സാർ? തുടക്കം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 1988 ആണ് ശരിക്കും ഞാൻ സിനിമ അല്ലെങ്കിൽ സിനിമയുടെ പിന്നാമ്പുറത്ത് വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമൊക്കെ എന്നിലുണ്ടാകുന്നതും സിനിമ ചിത്രീകരണങ്ങളും ഒക്കെ കാണുകയും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഒക്കെ ചെയ്തു. എൻ്റെ ഒരു കസിൻ അവനൊരു ഒരു ഹോം സിനിമയിൽ അഭിനയിക്കാനായിട്ട് അവനെ കൊണ്ടുപോവുകയും അപ്പോൾ അവനോടൊപ്പം ഞാൻ കൂടെ പോവുകയൊക്കെയാണ് ചെയ്തത്. നമ്മൾ സിനിമ എന്നിലേക്ക് ശരിക്കും പറഞ്ഞാൽ സ്വാധീനം ചെലുത്തി തുടങ്ങുന്നത്. സാർ 1990 മുതലാണ് സാർ ഒരു സ്വതന്ത്ര സംവിധായകനായിട്ട് ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരുന്നത്. അപ്പോൾ 1990 ഫസ്റ്റ് സാറിൻ്റെ വർക്ക് ഏതായിരുന്നു സാർ? ആദ്യത്തെ വർക്കാണ് വൈകി വന്ന പുലരി. അപ്പം അതിനു മുമ്പ് നമ്മൾ സിനിമയുടെ ബാലപാഠങ്ങൾ പഠിക്കുകയും RS നായർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ കൂടെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഒരു മൂന്നാം യാമം എന്ന് പറയുന്ന ഒരു ഹോം സിനിമയിൽ അസിസ്റ്റ് ചെയ്ത് നമ്മൾ കൂടെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒക്കെ കൂടെ ഉണ്ടാവുകയും ചെയ്തു. അതിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് ഡയറക്ഷൻ പഠിച്ചു വരികയും പിന്നെ നമ്മൾ കൂടുതൽ അതിന് ശ്രദ്ധ കൊടുക്കുകയും ആധികാരികമായി പിന്നെ പഠിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് സ്വതന്ത്രമായി 90 ചെയ്യുന്നത്. അപ്പം അന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് എൻ്റെ ഒരു ഫാദറിൻ്റെ തന്നെ ഒരു സുഹൃത്തായിരുന്നു. ഒരു എയർപോർട്ടിൽ ഷോർട്ട് മൂവി ആയിരുന്നു. കാര്യം അന്നൊക്കെ ഷോർട്ട് മൂവി അല്ലെങ്കിൽ ടെലിഫിലിം അല്ലെങ്കിൽ ഹോം സിനിമ ഇങ്ങനെയാണ്. ഷോർട്ട് മൂവീസൊക്കെ നമ്മൾ ചെയ്യുന്നത് തന്നെ ഫിലിം ഫെസ്റ്റിവലുണ്ട്, ചെറിയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. ആ ഫെസ്റ്റിവലിനൊക്കെ അയക്കാനൊക്കെയാണ്. അല്ലാതെ നമ്മുടെ ഇന്നത്തെ പോലെ യൂട്യൂബൊന്നും അങ്ങനെ ഒരു മീഡിയ ഒന്നും അങ്ങനെ അത്ര പോപ്പുലർ അല്ല. അപ്പോൾ അതായിരുന്നു ആ സാഹചര്യം. അപ്പോൾ അന്ന് അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തത് ഉദയൻ അമ്പാടിയായിരുന്നു. അതിൽ സ്ക്രിപ്റ്റ് എൻ്റെത് തന്നെയായിരുന്നു. ആർട്ടിസ്റ്റുകൾ വന്നിട്ട് നമ്മുടെ മ്യൂസിക് സ്കൂളിൽ നിന്ന് കണ്ടെത്തിയ ഒരു നന്ദു, പിന്നെ അന്ന് സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തു വന്ന മീര, കോട്ടയം കുഞ്ഞിസലിലൊക്കെ ഉണ്ടായിരുന്ന മീരയും ആയിരുന്നു അതിനകത്ത് ലീഡ് റോൾ ചെയ്തത്. പിന്നെ അതിനകത്ത് സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഈ മേഖലയും ആർട്ട്, മേക്കപ്പ്, അങ്ങനെ ആ മേഖലകളിലെല്ലാം നമ്മൾ കുറേയധികം പുതിയ ആൾക്കാരും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണ് പ്രവർത്തിച്ചത്. അങ്ങനെയായിരുന്നു ആ വർക്ക് സംഭവിച്ചത്. അത് സംഭവിക്കുകയും അത് കഴിഞ്ഞ് ആ വർക്ക് ഫെസ്റ്റിവലിന് നമ്മൾ പ്രദർശിപ്പിക്കുകയും സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ടാവുകയും ചെയ്തതാണ്. അതായിരുന്നു ഫസ്റ്റ് വർക്ക്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഒരു വിജയം. അത് നമുക്ക് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടാൻ പറ്റി എന്നുള്ളതാണ് ഫസ്റ്റ് അറ്റംപ്റ്റ്. സാർ, ഈ വൈകി വന്ന പുലരി ഷോർട്ട് മൂവി ഉണ്ടല്ലോ, അപ്പോൾ അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി എന്താണെന്നൊന്ന് പറയാം. സ്റ്റോറി വളരെ സിമ്പിളായിരുന്നു. ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സാഹിത്യകാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഒരു കുഞ്ഞുകുട്ടി, അവരുടെ ആ ജീവിത പ്രാരാബ്ദങ്ങൾ, അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി പബ്ലിഷേഴ്സിനെയൊക്കെ പോയി കാണുന്നു, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, പക്ഷെ പബ്ലിഷ് ചെയ്ത നോവലുകളും ഒക്കെ ഉണ്ട്. ആ സാഹചര്യത്തിൽ പുള്ളി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ പുള്ളി ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു, സൂയിസൈഡ് ചെയ്യുന്നു. ആ സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ച ഒരു നോവലിന് സാഹിത്യ പുരസ്കാരം കിട്ടുന്നത്. അതാണ് സ്റ്റോറി. അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാർ 1990 വൈകി വന്ന പുലരി കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് തേന്മാവിൻ്റെ ഈണം, അങ്ങനെ ഒരു വർക്ക്. അതും ഇത് തന്നെയായിരുന്നു, ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഷോർട്ട് മൂവി തന്നെയായിരുന്നു. അത് സ്ക്രിപ്റ്റിൻ്റെ തന്നെയായിരുന്നു. ക്യാമറ ഉദയൻ അമ്പാടിയായിരുന്നു. അതിൽ മീരയായിരുന്നു. മീര തന്നെയാണ് അതിലും ഹീറോയിൻ. പിന്നെ സുനിൽ എന്ന് പറഞ്ഞൊരു പുതിയ ന്യൂകമ്മറായിരുന്നു അതിനകത്ത് ഹീറോ. അങ്ങനെ ആ ഒരു വർക്ക് അങ്ങനെ സംഭവിച്ചു. ഈ തേന്മാവിൻ്റെ ഈണം സ്റ്റോറിയൊക്കെ എങ്ങനെയാണ് സാർ? അത് ഒരു ക്ലാസ് മോഡാണ്. അതായത് ഒരു അമ്മയും മകളും താമസിക്കുന്നു. അവരുടെ വീട്ടുമുറ്റത്തൊരു മാവ്, ഈ മാവിൽ നിന്ന് വീണാണ് ഈ കുട്ടിയുടെ അച്ഛൻ മരണമടങ്ങുന്നത്. അപ്പം ഈ കുട്ടി കുഞ്ഞായിരിക്കുമ്പോഴുള്ളതാണ്. അപ്പം വളർന്നു വരുന്നതോറും ആ കുട്ടി അവളുടെ അച്ഛനെ തിരക്കുമ്പോൾ അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ഈ മാവിനെയാണ്, ഇതാണ് അച്ഛനെന്നാണ്. അങ്ങനെ ഈ കുട്ടി രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്ന് ഈ മാവിനോട് ഇൻട്രാക്ട് ചെയ്യുന്നതും അതൊക്കെയായിരുന്നു ആ സിനിമയുടെ ഇതിവൃത്തം.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ നെക്സ്റ്റ് 1992 രാപ്പാടി. അത് കഴിഞ്ഞിട്ടൊരു ഹോം സിനിമയായിരുന്നു പ്ലാൻ ചെയ്തത്. അതൊരു നമ്മൾ 2-2.5 മണിക്കൂർ ലെങ്തുള്ള ഒരു ഹോം സിനിമയായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളും അതിനകത്ത് സോങ്സും ആക്ഷനും എല്ലാം കൂടെയൊക്കെ ഉള്ള. അതിനകത്ത് നമ്മുടെ സിനിമയിലെ തന്നെ ജഗന്നാഥൻ ഉണ്ടായിരുന്നു, പിന്നെ അല്ലാതെ ന്യൂ കമറായിട്ടുള്ള സജിനി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ്, പിന്നെ അപ്പു, അങ്ങനെ കുറേ പേര് അതിനകത്ത്, കുറേ ലേഖ, കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ നമ്മൾ കൃപ ജോസഫ്, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു വർക്കായിരുന്നു. ഒരു വലിയ വർക്കാണ്. അത് തന്നെ ഏകദേശം നമ്മളൊരു അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3 ഷെഡ്യൂളായിട്ടൊക്കെയാണ് അത് ചെയ്തത്. കൊല്ലം, പലവൂര്, കരിക്കകം, ശ്രീകാര്യം, അങ്ങനെയൊക്കെ പല ലൊക്കേഷൻസും ഒക്കെ കവർ ചെയ്ത് അന്നത്തെ കാലത്ത് ഹോം സിനിമകളിൽ കുറച്ച് റിച്ച് ആയിട്ടുള്ള ഒരു ഹോം സിനിമയായിരുന്നു. അതായിരുന്നു ആ സംഭവം. അതിന് ക്യാമറ വന്നിട്ട് അശോക് കുമാറായിരുന്നു, അതിൻ്റെ പ്രൊഡ്യൂസർ ദയാളൻ പുള്ളിയായിരുന്നു. അത് സാർ നെക്സ്റ്റ് സാറിന് ഒരു ടെലിഫിലിം ആയിരുന്നു അല്ലേ 1992. അപ്പം അതിനെക്കുറിച്ചൊന്ന്. 92 എനിക്ക് തോന്നുന്നു ടെലിഫിലിം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അന്ന് നമ്മൾ ദൂരദർശന് വേണ്ടി ചെയ്യുന്നതൊക്കെ ആയിരുന്നു ടെലിഫിലിം. അങ്ങനെയായിരുന്നു. അറിയൂ ഇവൻ നാരദൻ, അങ്ങനെ ഒരു ടെലിഫിലിമായിരുന്നു. ആ ടെലിഫിലിമിൽ നമ്മുടെ സിനിമയിലെ കൃഷ്ണൻകുട്ടി നായർ, പിന്നെ ഗായകനും ഗായകനും പിന്നെ നടനും സംവിധായകനും ഒക്കെ ആയ രാജീവ് രംഗൻ, ബാലതാരമൊക്കെ ആയി സിനിമയിൽ വന്ന കക്ഷിയാണ് രാജീവ് രംഗൻ. പിന്നെ മിസ്റ്റർ കേരളയായിരുന്ന വട്ടിയൂർക്കാവ് ഹരി, ഇവരൊക്കെ ആയിരുന്നു ലീഡ് വേഷം ചെയ്തത്. അതിനകത്ത് ഞാനൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അതായിരുന്നു 92 ടെലിഫിലിം. ആ സമയം തന്നെ സാർ ഒരു ഡോക്യുമെന്ററിയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, NCC കേഡറ്റുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ NCC കുറിച്ചും ആ കേഡറ്റുകളുടെ അവരുടെ ആക്ടിവിറ്റീസും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ അത് കഴിഞ്ഞിട്ട് സാറിന്റെ നെക്സ്റ്റ് ഒരു പൊൻകുരിശ്, ഒരു സിനിമാറ്റിക് ഡ്രാമ സാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അതൊരു നമ്മുടെ സിനിമാറ്റിക് ഡ്രാമ എന്ന് പറയുമ്പോൾ ഡ്രാമ തന്നെയാണ്. അപ്പം അതിനു മുമ്പൊക്കെ ഞാൻ ചെറിയ അമച്ചർ ഡ്രാമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഡ്രാമകൾക്ക് വേണ്ടുന്ന ലിറിക്സ് അങ്ങനെയൊക്കെ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ പൊൻകുരിശ് എന്നുള്ള ടീം കോണ്ടാക്ട് ചെയ്യുകയും പൊൻകുരിശ് എന്ന് പറഞ്ഞൊരു ഡ്രാമ, അത് സിനിമാറ്റിക് ഡ്രാമയായിട്ട് ചെയ്യാൻ നമ്മൾ സിനിമയിലൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള കുറച്ച് ട്രിക്സൊക്കെ ഇതിനകത്ത് ഉപയോഗിച്ച് ലൈറ്റിങ്ങിലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രാമയായിരുന്നു. അതാണ് അതിൻ്റെ സിനിമാറ്റിക് ഡ്രാമ എന്ന് പറഞ്ഞത്. ഇതൊക്കെ എവിടെയാണ് സാർ റിലീസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് റിലീസ്? ഡ്രാമ വന്നിട്ട് ഉത്സവ പറമ്പുകളിലാണ് കളിച്ചിട്ടുള്ളത്. അത്രയും തീർച്ചയായും ആ സമയങ്ങളിലൊക്കെ അങ്ങനെയാണ്. ഡ്രാമക്ക് ഇന്നും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു സ്റ്റേജ് പ്രോഗ്രാം പോലെ അല്ലല്ലോ സാധാരണ. എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ക്ലബുകളൊക്കെ ആയിരിക്കും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നാടക സമിതികൾ. അപ്പോൾ അത് നാടക സമിതിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അത് തിരുവനന്തപുരത്തുള്ള തന്നെ ഒരു നാടക സമിതിയായിരുന്നു ആ നാടകം പ്ലാൻ ചെയ്തത്. ഈ ഷോർട്ട് മൂവീസ് അതുപോലെ ടെലിഫിലിം ഇതെല്ലാം കഴിഞ്ഞ് സാർ 1993 ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ തുടങ്ങുന്നത്. കിലുകിലാരവം എന്ന് പറയുന്ന ഒരു മൂവി. അതൊരു ദുരന്തമായി. അങ്ങനെയല്ല, ദുരന്തം എന്ന് പറയാൻ പറ്റില്ല. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് എല്ലാം പൂർത്തിയായി. കിലുകിലാരവം ഫിലിം ചേംബറിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, കാസ്റ്റിംഗ് പോർഷനൊക്കെ നടന്നു വരുന്നു. ആ സമയത്ത് സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതിൻ്റെ പ്രൊഡ്യൂസറിന് ഫിനാൻഷ്യലി അതിന് ഫിനാൻസ് ചെയ്യേണ്ട പാർട്ടികളോ അങ്ങനെ ഫിനാൻഷ്യലി ചില സ്ട്രഗിൾ വരികയും ആ പ്രോജക്റ്റ് നടക്കാതാവുകയും ചെയ്തു. അങ്ങനെ അതാണ് ഞാൻ ചില സമയത്ത് എനിക്കതൊരു ദുരന്തമായി തോന്നാറുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഗ്യാപ്പ് എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് സാർ 2004 ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് 2004 ഫസ്റ്റ് ഒരു ഡോക്യുഫിഷൻ വീണ്ടും. അതെ, അത് വേദസാക്ഷി ദേവസഹായം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്യുഫിഷൻ ചെയ്യുകയും അത് പിന്നെ ശാലോം TV-യുടെ ഓപ്പണിംഗ് പ്രോഗ്രാമുകളിൽ വരികയൊക്കെ ചെയ്തൊരു പ്രോഗ്രാമാണ് അത്. അതായത് ഇപ്പോൾ സെയിൻ്റായ കന്യാകുമാരി ജില്ലയിലെ കാറ്റാടിമല എന്ന പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു പള്ളിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അതൊരു ഹിസ്റ്ററി ബേസ്ഡ് സംഭവമായിരുന്നു. ഒരു ഡോക്യുഫിഷൻ, അതിനകത്ത് സോങ് ഉണ്ട്, പിന്നെ അല്ലാതെ നറേഷനുണ്ട്, ഡയലോഗ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു സാധനമായിരുന്നു അത് ചെയ്തത്. അതിനകത്ത് നമ്മുടെ റീജൻ എന്ന് പറഞ്ഞൊരു കക്ഷിയായിരുന്നു അതിനകത്ത് ആ ഒരു ക്യാരക്ടർ റോൾ ചെയ്തത്. എൻ്റെ സുഹൃത്ത് അനിൽ പീറ്റർ ആയിരുന്നു. അതായത് നമ്മുടെ സിനിമയിലൊക്കെ മ്യൂസിക് ചെയ്ത അനിൽ പീറ്റർ അതിനകത്ത് 2 സോങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് എൻ്റെ ഒരു കസിനായിരുന്നു, സുനിൽ എന്ന് പറഞ്ഞിട്ട് പുള്ളിയായിരുന്നു. സുനിൽ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ബാനറിലായിരുന്നു അത് വർക്ക്.
നടന്നത്. അപ്പം അങ്ങനെ അതായിരുന്നു. ഈ 93 കഴിഞ്ഞിട്ട് പിന്നെ സാറിന് അതൊന്നും നടക്കാതെ വന്നിട്ടുള്ള സിനിമ നടക്കാതെ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മാനസികമായി നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ എൻ്റെ ഫാമിലിയിലേക്ക് മാത്രം അങ്ങോട്ട് ഒതുങ്ങിക്കൂടുകയും ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നു. അവിടെ കുറച്ചേറെ ജോലി ചെയ്യുന്നു. ആ ജോലിയുടെ ഇടയിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഈ 2004 ഇതൊക്കെ സംഭവിച്ചത്. അത് നമ്മൾ ഇതെല്ലാം അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. പിന്നെ ആ ഒരു വർഷങ്ങളൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നാലും അവരെല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ അവരുടെ വഴിക്കൊക്കെ പോവുകയൊക്കെ ചെയ്തു. അതാണ് ശരിക്കും സംഭവിച്ചത്. സാറിന്റെ ഫാമിലി എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ സപ്പോർട്ടിങ് ആണ്? ഫാമിലി സപ്പോർട്ടാണ്, തീർച്ചയായിട്ടും ഫാമിലി സപ്പോർട്ടാണ്. അതിൻ്റെ ഒരു ഏറ്റവും മെയിൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എൻ്റെ അനുജൻ സിനിമാറ്റോഗ്രാഫറാണ്. എൻ്റെ മകൻ എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ്റെ മകൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും സപ്പോർട്ടീവാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു ബിഗിനിങ്ങിലൊന്നും അങ്ങനെയുള്ളൊരു സപ്പോർട്ട്, ഞാൻ മാരേജൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ ചെന്നൈയിൽ സെറ്റിൽ ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടന്നു. ആ സമയത്തൊക്കെ പിന്നെ പറ്റിയില്ല. പിന്നെ അവസാനം അതെല്ലാം വിട്ടു നേരെ ഇങ്ങ് വരികയായിരുന്നു. സാറ് സിനിമ ഡയറക്ഷൻ മാത്രമല്ല, സാർ നേരത്തെ പറഞ്ഞു സാർ അഭിനയിച്ചിട്ടുണ്ട്. ഒരു അഭിനയത്തിനോട് താല്പര്യമുണ്ടോ സാറിന്? അഭിനയിക്കണമെന്ന് ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഭിനയിച്ചത് തന്നെ ഒരു വലിയ പാതകമായി പോയി എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ കൂടെയുള്ളവർ പറഞ്ഞ് കുഴപ്പമില്ലായിരുന്നു എന്ന്. അതുപോലെ തന്നെ സാർ നാളൊരു സമയത്ത് സാർ സ്വന്തമായി തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഡയറക്ഷൻ ചെയ്യുന്ന ഒരു മൂവിയിൽ സാറിന് ചേരുന്നൊരു വേഷം, എനിക്ക് സ്വന്തമായിട്ട് ആ ഒരു ഇത് എനിക്കാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി, അങ്ങനെ ഒരു കഴിഞ്ഞാൽ സാർ ചെയ്യുമോ? അങ്ങനെ ഒരു ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പിന്നെ സംഭവിച്ചു, ചിലപ്പോൾ സംഭവിക്കാം. ചിലപ്പോൾ എൻ്റെ ഫിഗറിന് പറ്റുന്ന ഒരു ക്യാരക്ടർ ചിലപ്പോൾ ചെയ്യാനായിട്ട് അറിയില്ല കേട്ടോ. അങ്ങനെ സാധ്യതയില്ല. എന്തായിരുന്നാലും ഞാൻ ബോധപൂർവ്വം അതിന് തയ്യാറാവില്ല. കാരണം ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുമ്പോൾ ഒരു വേഷം ആ മനസ്സിൽ ആ ഒരു വേഷം ഉണ്ടായിരിക്കും. അപ്പൊ സാറ് തന്നെ വേണമെങ്കിൽ കൂടി കണ്ണാടിയിൽ പോയി അഭിനയിച്ച് നോക്കാറുണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ഒരു ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയൊക്കെ. അപ്പം സാറിന് തന്നെ അത് വേച്ചാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാമല്ലോ. അല്ല, എങ്കിലും ഞാൻ കഴിയുന്നത് എനിക്ക് തോന്നുന്നില്ല, പെട്ടെന്ന് ഞാൻ അത് ഏറ്റെടുക്കും തോന്നുന്നില്ല. കാരണം അതിന് പറ്റുന്ന ഒരാളെ കൂടെ കണ്ടെത്താൻ നോക്കും. അതെ, ഒരാൾക്കും കൂടെ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. പിന്നെ അറിയില്ല, നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെ സംഭവിക്കില്ല. അതിനുശേഷം സാറ് പിന്നെ വീണ്ടും കുറെ വർക്ക്, ഡോക്യുമെന്ററി പോലുള്ള വർക്കുകളൊക്കെ ചെയ്തിരുന്നു. ഒരുമ വളർത്താം ഒരുമിച്ച് വളരാം എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി ചെയ്തത് ആ സമയത്തായിരുന്നു. അതിന്റെ ക്യാമറ തന്നെ ജിട്രസ് ആയിരുന്നു. നേരത്തെ അതുപോലെ തന്നെ വേദസാക്ഷി ദേവസഹായം അതിൻ്റെതും എനിക്ക് തോന്നുന്നു ആ വർക്ക് മുതലാണെന്ന് തോന്നുന്നു എൻ്റെ ബ്രദർ എൻ്റെ കൂടെ ക്യാമറ വർക്ക് ചെയ്യാനായിട്ട്, എൻ്റെ വർക്കുകൾക്ക് ക്യാമറ വർക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അതിന് മുമ്പ് വരെയൊക്കെ മറ്റ് ക്യാമറമാരായിരുന്നു. അപ്പൊ ഈ വർക്കുകളെല്ലാം ചെയ്യുമ്പോഴും സാറിന്റെ ഉള്ളില് സിനിമ എന്ന് പറയുന്ന ഒരു മോഹം ഇപ്പോഴും ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും സിനിമ തന്നെയാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. സിനിമയിലെത്തുക, നമ്മുടെ സിനിമ ബിഗ് സ്ക്രീനിലേക്ക് വരിക, തിയേറ്ററിൽ റിലീസ് ചെയ്യുക, ഇതൊക്കെ തന്നെയായിരുന്നു ആത്യന്തികമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം. അത് തന്നെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞില്ല, ഇത് ഒരു അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ച് ഉൾവലിഞ്ഞ് ഇങ്ങനെയൊക്കെ അങ്ങ് നിന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ആർക്കും അറിഞ്ഞൂടാത്തൊരു സസ്പെൻസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ രാജൻ വൃന്ദാവനം എന്ന് പറയുന്ന ഒരു വ്യക്തി. അതേക്കുറിച്ച് സാറിന് എന്താണ് പറയുന്നത്? ആർക്കും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് എൻ്റെ കുടുംബത്തിലുള്ളവർക്കും എൻ്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും അറിയാവുന്ന ഒരു പേരാണ്, എൻ്റെ നിക്നെയിമാണ് രാജൻ എന്ന് പറയുന്നത്. അത് ഞാൻ ആ സമയത്ത് സിനിമയുമായി ബന്ധപ്പെട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നി ആ നെയിമിനോടൊപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടൈറ്റിലാണ് ഈ വൃന്ദാവൻ. അപ്പം ഞാൻ രാജൻ വൃന്ദാവനം എന്നാക്കി ഞാൻ എൻ്റെ തുടക്കകാലത്തുള്ള വർക്കുകളിലൊക്കെ അങ്ങനെയായിരുന്നു എൻ്റെ ടൈറ്റിൽ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമ്മൾ സിനിമയിൽ നിന്നെല്ലാം വിട്ടുപോയി, ഇതെല്ലാം വെച്ചവസാനിപ്പിച്ച് പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ 2004 ഒരു ഇടവേളയ്ക്ക് ശേഷം വരുന്നത്. അപ്പോൾ ആ 2004 മുതൽ ഞാൻ എൻ്റെ റെക്കോർഡിക്കൽ നെയിം ജോളിമസ് എന്നുള്ളതാണ് എൻ്റെ റെക്കോർഡിക്കൽ നെയിം. അത് തന്നെ യൂസ് ചെയ്ത് തുടങ്ങി. ആ പഴയ പേര്, ആ പഴയ ബന്ധങ്ങളെല്ലാം പോയി എന്ന് വേണം പറയാം. പക്ഷെ പിന്നീട് ഇവരെയൊക്കെ വീണ്ടും ബന്ധങ്ങളൊക്കെ വീണ്ടും ഉണ്ടായി. പഴയ ബന്ധങ്ങളൊക്കെ വീണ്ടും നമ്മൾ കൂട്ടി ചേർക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ആ പഴയ പേര് പിന്നെ അത്
വേണ്ടാന്ന് വെച്ചു, അതങ്ങ് വിട്ടു. ഇനി എപ്പോഴെങ്കിലും സാറിന് ആ ഒരു പേരിൽ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ജോളി മാസ്. കാരണം എൻ്റെ റെക്കോർഡിംഗ് നെയിം അതാണ്. പിന്നെ ജോളി മാസ് എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിന്, അത് എനിക്ക് കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും കുടുംബത്തിലുള്ളവർക്കും ജോളി മാസ് എന്നുള്ള പേരും അറിയാം, രാജൻ എന്ന പേരും അറിയാം. പക്ഷെ പുറമെ എൻ്റെ കൂടെ പഠിച്ചവർ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കൾ അവർക്ക് എല്ലാവർക്കും അറിയുന്ന പേര് ജോളി മാസാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ജോളി മാസ് എന്ന പേരിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നെ അറിയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ടൈറ്റിൽ മതി എന്നങ്ങ് തീരുമാനിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് സാറ് പിന്നെ 2018 ഈ റെഡ് ഷാഡോ എന്ന് അല്ലായിരുന്നു പേര്, അതിന് മുന്നേ വേറൊരു പേരിൽ ഈ ഒരു സിനിമ ആയിട്ട് നീങ്ങി തുടങ്ങി. അതൊരു വലിയ സംഭവമാണ് കേട്ടോ. കാരണം 2018 അതിനു മുമ്പ് 2016 ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ട്. 2016 ഞാൻ വാട്ടർ ബേസ്ഡ് ഒരു സിനിമ പ്ലാൻ ചെയ്യാനായിട്ട് അതിൻ്റെ ജസ്റ്റ് ഞാൻ എൻ്റെ ബ്രദറുമായിട്ട് ക്യാമറമാൻ ജിട്രസുമായിട്ട് മാത്രം ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഒറ്റക്കോല എന്ന സിനിമയിൽ അഭിനയിച്ച ഒരു ബിജു ഉണ്ട്, അല്ലെ ഹീറോ ആയിട്ട് അഭിനയിച്ച, അവനെ നായകനാക്കിക്കൊണ്ട് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അത് വെറും ജസ്റ്റ് ഒരു പ്ലാനിങ്ങിൽ തന്നെ അങ്ങ് നിന്നുപോയി. പിന്നെ അത് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. വാട്ടർ ബേസ്ഡ് മൂവിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയം മുതൽ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ സിനിമ വീണ്ടും ഇങ്ങനെ തിരയടിക്കുകയാണ്. അങ്ങനെയാണ് 2018 ആയപ്പോൾ ശരിക്കും വീണ്ടും സിനിമ ചെയ്യണം, അതിനുള്ള സാധ്യതകൾ തേടി തുടങ്ങി. അപ്പം പഴയ സിനിമാ ബന്ധങ്ങളും പിന്നെ പുതിയതായി ഉണ്ടായ സിനിമാ ബന്ധങ്ങളും ഒക്കെ വീണ്ടും അവരുമായിട്ടൊക്കെ ഒത്തിരി ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെയാണ് ഒരു ഓഫ് ബീറ്റ് പടം ചെയ്യാം, അതാകുമ്പോൾ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞിരിക്കും, അങ്ങനെ ഒരു പ്ലാനിങ് ഇടുകയും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ അതിനകത്ത് നമ്മൾ മേനകുളം ശിവപ്രസാദായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്, മണക്കാട് അയ്യപ്പൻ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഒരു ഓഫ് ബീറ്റ് പടം ചെയ്യണമോ എന്നുള്ള ആശങ്കയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ സിനിമയുടെ എഡിറ്റർ, എൻ്റെ റെഡ് ഷാഡോയുടെ എഡിറ്റർ വിഷ്ണു കല്യാണിയും പ്രോജക്ട് കോർഡിനേറ്റർ സതീഷ് മരുതെങ്കിൽ ഇവരൊക്കെ ഒരു സജഷൻ പറഞ്ഞത് എന്തായാലും ഒരു സിനിമ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം അത് ഒരു ഓഫ് ബീറ്റ് പടമാകുന്നതിന് പകരം ഒരു കൊമേഴ്സ്യലായിട്ട് ചിന്തിച്ചൂടെ? ആ ആശയമാണ് പിന്നീട് നമ്മൾ ചുവട് പിടിച്ച് ആ സിനിമയാണ് റെഡ് ഷാഡോ എന്ന സിനിമയിലേക്ക് വഴിമാറുന്നത്. പിന്നെ അതിൻ്റെ കാസ്റ്റിങ് കാര്യങ്ങൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ റെഡ് ഷാഡോ 50ഓളം പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് റെഡ് ഷാഡോ സംഭവിച്ചത്. അതുപോലെ സാർ ഈ റെഡ് ഷാഡോ എന്ന് പറയുന്ന മൂവിയിൽ സാറിൻ്റെ മോനും അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മോനെ അഭിനയ രംഗത്തോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ സാർ? അങ്ങനെ ഒരു അപ്പൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മകൻ വളരട്ടെ എന്ന് ആഗ്രഹിക്കും. പക്ഷെ അവൻ്റെ പ്രൊഫഷൻ അതല്ല. അവൻ BSc നേഴ്സാണ്. അപ്പം അവൻ ജോലി അതിൻ്റെ കാര്യങ്ങളുമായിട്ട് നിൽക്കുകയാണ്. പിന്നെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താല്പര്യവും ഭാഗ്യവും അവസരവും ഉണ്ടാവുകയാണെങ്കിൽ ഉൾപ്പെടുത്താം. അവസരങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവൻ്റെ ഈ പഠിത്തം നടക്കുന്ന സമയത്ത് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് അവന് വന്നതാണ്. പക്ഷെ അന്നേരം ഏറ്റവും ഫസ്റ്റ് എഡ്യൂക്കേഷൻ, അതുകൊണ്ട് നിർബന്ധമായി ഞാൻ അത് കഴിയട്ടെ എന്ന് പറഞ്ഞ് തന്നെയാണ് ചെയ്തത്. അതുപോലെ സാറ് ജോളി മാസ് എന്ന് പറഞ്ഞൊരു നെയിം പറഞ്ഞു, അതിനെന്തെങ്കിലും ആ ഒരു പേരിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ, എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ? പലരും എന്നോട് അത് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ എൻ്റെ അപ്പനോട് തന്നെ ചോദിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനിട്ട് ജോളി, അപ്പം നമ്മളെപ്പോഴും രണ്ടായിട്ട് മിക്കയിടത്തേ ഞാൻ പേര് ചോദിക്കുമ്പോൾ ജോളി മാസ് എന്ന് പറയുമ്പോൾ അവർ എഴുതുമ്പോൾ ആദ്യം ജോളി എഴുതും, പിന്നെ സ്പേസ് ഇട്ടിട്ട് MAS എഴുതും. ആക്ച്വലി അതല്ല, ഒറ്റ പേരാണ് ജോളി മാസ്, അങ്ങനെയാണ്. പിന്നെ അതിന് മീനിങ് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് ഞാനിതുവരെ ശരിക്കും പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. എന്തായാലും വെറൈറ്റി പേരാണ്, അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കപ്പെടും. ഒന്ന് അതുപോലെ എൻ്റെ അനിയൻ്റെ പേര് ജിട്രസ് എന്നാണ്, ക്യാമറമാൻ. അപ്പം അത് ഇതുപോലെയാണ്. ജിട്രസ് എന്ന് പറയിക്കുമ്പോൾ അവരൊരു 3 പ്രാവശ്യം നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കും, എന്താണ് എങ്ങനെയാണ് ജിട്രസ് എന്ന് എഴുതുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ തന്നെ മൊത്തം കൺഫ്യൂഷനാണ്. അപ്പം അതുകൊണ്ട് അപ്പം ജോളി മാസ് എന്നുള്ള പേര് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതല്ല, അതിനകത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഫീൽഡിലായിരുന്നാലും അല്ലെങ്കിൽ മറ്റു മേഖലയിലായിരുന്നാലും പെട്ടെന്ന് ഒരാൾ നമ്മളെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജോളി മാസ് എന്ന് പറയുമ്പോൾ അവർ അറിയാം അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അത് നല്ലൊരു എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ഫീൽ അല്ലേ. കൊറോണയ്ക്ക് മുന്നേയും കൊറോണയ്ക്ക് ശേഷവും സിനിമ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് സാറിന് തോന്നിയിട്ടുള്ളത്?
മാറ്റം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുമ്പും കൊറോണയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ എനിക്ക് തിയേറ്ററുകളിലേക്കുള്ള ആളുകളുടെ ഒരു വരവ് ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുന്നിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫാമിലി ഓഡിയൻസ് ഒക്കെ തിയേറ്ററിൽ വരുന്നു. കൊറോണ മാത്രമല്ല ഒരു റീസൺ എനിക്ക് തോന്നുന്നു സാധാരണക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം അവരുടെ ഫിനാൻഷ്യൽ ഒരു സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ ഇന്ന് തിയേറ്ററിൽ നമ്മൾ ഒരു ഫാമിലി ആയിട്ടൊരു സിനിമ പോയി കാണണമെങ്കിൽ അതിന് വരുന്നൊരു എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ ഒരു വലിയ ഘടകമാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും ഫാമിലി ഓഡിയൻസ് കോവിഡിന് ശേഷം കൊറോണയ്ക്ക് ശേഷം തിയേറ്ററിലേക്കുള്ള വരവ് കുറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഇവരെ നിർബന്ധമായി എത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകളൊന്നും നിലവിലില്ല. അപ്പം സാധാരണ ഇന്നത്തെ യൂത്തിനൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ യൂത്ത് കൂടുതലും തിയേറ്ററിലായിരുന്നാലും മൊബൈലിലൂടെ ആയിരുന്നാലും ഒക്കെ വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷവും മുന്നേ സംഭവിച്ച വ്യത്യാസം ഇതാണ്. മുന്നേ ആണെങ്കിൽ നമുക്ക് ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലേക്ക് ഉണ്ടായിരുന്നു. ഇപ്പം അത് കുറഞ്ഞു, ഇല്ലെന്നല്ല കുറഞ്ഞു. അതുപോലെ സർ പഴയ സിനിമകളിലാണെങ്കിൽ നായകനായാലും നായിക ആ ഒരു ഇതിൽ കണ്ടിന്യൂസ് പിടിച്ചു നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള സിനിമകളിലെല്ലാം പുതുമുഖങ്ങളാണെങ്കിലും കൂടി 1-2 സിനിമയിൽ അഭിനയിച്ച് അവരങ്ങ് പോകുന്നുണ്ട്. അധികം ശ്രദ്ധിക്കപ്പെടാതെ തന്നെ 1-2 സിനിമയിൽ ജസ്റ്റ് വന്നു അതങ്ങ്. അതിനുള്ള കാരണം എന്തായിരിക്കും സാർ സാറിന്റെ അഭിപ്രായം? പൂർണ്ണമായിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു പഴയകാല നടന്മാർ ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ, ഇപ്പം ഇവര് സുരേഷ് ഗോപി ആയിരുന്നാലും ജയറാമായിരുന്നാലും ഇങ്ങനെ ഇവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ അത്രയും ബോൾഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനുഷ്യ മനസ്സുകളിൽ അല്ലെങ്കിൽ അതാണ് ഒന്നും ഫാമിലി ഓഡിയൻസ് ഫാമിലിയുടെ മനസ്സിലൊക്കെ ഒരു പ്രത്യേക സ്ഥാനം അവർക്ക് കിട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർ വളരെയധികം ഡീപ്പായിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള ബോൾഡ് ക്യാരക്ടേഴ്സ് അവർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അവരുടെ കഴിവുകൾ അത്രയും അവർക്ക് പ്രദർശിപ്പിക്കാൻ പറ്റി. ഇന്നും അത്തരം കഥാപാത്രങ്ങളും വരുന്നുണ്ട്, അത്തരം ആൾക്കാർ പിടിച്ചു നിൽക്കുന്നവരുമുണ്ട്. പക്ഷേ ഏറെക്കുറെ കൂടുതലും വരുന്നത് നമ്മൾ അങ്ങനെ അത്രയും ബോൾഡ് അല്ലാത്ത ക്യാരക്ടേഴ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും. അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞു അതങ്ങ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പോക്കാണ്. നമുക്ക് അങ്ങോട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ സാറ് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ പഴയ നടന്മാരും ഇപ്പോഴത്തെ യൂത്തിന്റെ ഇടയ്ക്കും വരുന്ന ഒരുപാട് സിനിമാ മേഖലയിൽ അവർ തന്നെ ഉണ്ടാക്കിയ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ പലതരത്തിലും നമ്മൾ പല ആക്ഷേപങ്ങളും കേൾക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് തോന്നുന്നു ആത്യന്തികമായി കലയെ സ്നേഹിക്കുന്നവർ, സിനിമയെ സ്നേഹിക്കുന്നവർ എപ്പോഴും ആ ഒരു പ്രോജക്റ്റ് ഓണാകണമെങ്കിൽ അതിനകത്ത് മാത്രം പിന്നിൽ എന്തുമാത്രം സ്ട്രഗിൾ ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടാകും. അത് ഓണായി കഴിഞ്ഞാൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കാനായിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതും എനിക്ക് സിനിമയെ ശരിയായി സ്നേഹിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരാരും ഒരിക്കലും പ്രശ്നക്കാരുമല്ല. സിനിമയെ സ്നേഹിക്കാത്തവരോ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രഗിളൊന്നും തിരിച്ചറിയാത്തവരായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എങ്കിലും ബേസ് എനിക്ക് തോന്നുന്നു സിനിമയെ അറിയുകയാണെങ്കിൽ, സിനിമയെ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയാൻ ശ്രമിക്കും. അറിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് 100% കൂറ് പുലർത്തുകയും ചെയ്യും. സാറിൻ്റെ ഫസ്റ്റ് മൂവി റെഡ് ഷാഡോ ആണല്ലോ. ബാക്കിയുള്ള എല്ലാ ടെലിഫിലിം ബാക്കിയുള്ള എല്ലാം സാർ സ്വന്തം സ്ക്രിപ്റ്റ് ആയിരുന്നു ഷോർട്ട് മൂവീസ്. എന്തുകൊണ്ട് സാർ ഈ ഒരു ഫസ്റ്റ് മൂവി ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ സ്വന്തം സ്ക്രിപ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹിച്ചില്ല. കാര്യം എനിക്ക് തോന്നുന്നത് സിനിമ ചെയ്യാനായിട്ട് തുടക്കം കുറിക്കുമ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഓഫ് ബീറ്റ് പടം പ്ലാൻ ചെയ്യുമ്പോൾ പോലും മറ്റൊരു സ്ക്രിപ്റ്റ് റൈറ്റർ വേണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹിച്ചത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേനക ശിവപ്രസാദ് എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. അപ്പോൾ അദ്ദേഹം നോവലിസ്റ്റാണ്, കവിയാണ്, ഗാനരചയിതാവാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് എഴുതാനായിട്ടുള്ള ചുമതല അദ്ദേഹത്തിന് കൊടുക്കുകയായിരുന്നു. അപ്പം കഴിയുന്നത് നോക്കിയതാണ്. ഇപ്പം 1 man ഷോ കളിക്കുക എന്ന ആ ഒരു സിസ്റ്റത്തോടെ എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പം ഒത്തിരി പേര് സഹകരിക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ഇതുണ്ടാകും. അതാണ്, അങ്ങനെയാണ് ശരിക്കും സ്ക്രിപ്റ്റ് മേനക ശിവപ്രസാദ് ചെയ്തത്. അതുപോലെ സാറിന് ഇതുവരെയും ലൈഫിൽ സാറിന് നടക്കാതെ പോയൊരു ആഗ്രഹം എന്താണ് സാർ? ഒത്തിരി ഉണ്ടാകും കേട്ടോ. അതെന്നറിയാം, മനുഷ്യനെന്ന് പറയുന്നത് എപ്പോഴും സ്വപ്നം കാണില്ല അല്ലേ? നമ്മൾ ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി സ്വപ്നങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. അപ്പം എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ല.
അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴായിരുന്നാലും നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് പുറത്ത് പറയുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ബോധപൂർവം ഞാൻ ആഗ്രഹമില്ല എന്നൊരു കള്ളത്തരം പറയാം. പക്ഷെ മറ്റൊരു കാര്യം, നമ്മൾ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, തീക്ഷ്ണമായി ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും തന്നെ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും സംഭവിക്കാറുണ്ട്, നടക്കാറുണ്ട്. അപ്പം അത് എൻ്റെ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, സിനിമ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചതാണ്. ഞാൻ ഒരിക്കലും ഞാൻ സിനിമ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പിന്നെ അങ്ങോട്ട് ചിന്തിച്ചില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, അപ്പം അത് സംഭവിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും നടക്കും, സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ നടക്കാതെ പോയ കാര്യങ്ങളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അത് ചിലപ്പോൾ പിന്നെ നടക്കുമായിരിക്കും, നമുക്കറിയില്ല. അപ്പം അതാണ് എൻ്റെ ഒരു സത്യം. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഡിന്നറാണ്. അപ്പൊ ഈ ഒരു റെഡ് ഷാഡോ എന്ന് പറയുന്ന മൂവിയെക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഇതാണ് ആയിരിക്കാം. കാരണം തോന്നുന്നത് നമ്മളെപ്പോഴും എന്താണ്, നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് വർക്ക് എല്ലാം കഴിഞ്ഞു കംപ്ലീറ്റ് ആയി, അത് തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ചില കുറവുകളൊക്കെ നമുക്ക് അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് തന്നെ ഒരു പഠനമുണ്ടല്ലോ, നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറാകും സ്വാഭാവികമായിട്ട്. നമ്മളത് അങ്ങനെ നമ്മളതിനെ അനലൈസ് ചെയ്യുമ്പോൾ അടുത്ത് ചെയ്യുന്ന വർക്കുകളിൽ ഇതിനകത്ത് വന്ന കുറവുകൾ വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കും, അല്ലേ? അങ്ങനെ ഒരു പരിശ്രമം എന്തായിരുന്നാലും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഡിന്നറിൻ്റെ സബ്ജക്റ്റ് കുറച്ച് വ്യത്യാസമാണ്. ഇന്നത്തെ പ്രേക്ഷകർക്ക്, ന്യൂജൻ പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് തന്നെയായിരിക്കും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് 2 സബ്ജക്റ്റുകളും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നും നമുക്ക് ഏതാദ്യം തുടങ്ങാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി, ഒരു ബാനർ, ഒരു ആർട്ടിസ്റ്റ്, ഇതെല്ലാം ഒരു ഘടകമാണ്. അതൊക്കെ ഒത്തുവരികയാണെങ്കിൽ ദൈവം സഹായിച്ചു ഉടനെ അതൊക്കെ ഉണ്ടാവാം. സാർ, അതുപോലെ നമ്മൾ ഈ പറഞ്ഞു വന്നതിൽ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു സാർ. 1993 സാർ ഒരു അരണി എന്ന് പറയുന്ന ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതൊരിക്കലും ഒരു തിരുത്ത് എൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആ സ്ക്രിപ്റ്റിൽ അസോസിയേറ്റ് ചെയ്യുകയായിരുന്നു മെയിനായിട്ട്. അതിൻ്റെ ഡയറക്ടർ വന്നിട്ട് ഒരു ശ്രീഭാരതി, പുള്ളി തമിഴിൽ 1-2 സിനിമയൊക്കെ ചെയ്ത കക്ഷിയാണ്. പുള്ളി മലയാളത്തിലൊരു സിനിമ ചെയ്യാൻ വരികയും പുള്ളി ഇവിടെ വന്നിട്ട് ഒരു സ്ക്രിപ്റ്റ്, പുള്ളിക്ക് പറ്റുന്ന ഒരു സ്ക്രിപ്റ്റിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ തേടുകയും ആ സമയത്ത് എൻ്റെ വൈകി വന്ന പുലരി എന്ന വർക്ക് കാണാനിട വരികയൊക്കെ ചെയ്തപ്പോൾ പിന്നെ പുള്ളി ഞാനിവിടെ ചേരുകയും പിന്നെ പുള്ളിക്ക് വേണ്ടി ആ സ്ക്രിപ്റ്റ് ഞാനായിരുന്നു കംപ്ലീറ്റ് എഴുതിയത്. അപ്പം സ്ക്രിപ്റ്റിൽ അസോസിയേറ്റ് ആയിരുന്നു ഞാൻ സ്ക്രിപ്റ്റിൽ. അതായിരുന്നു അങ്ങനെ അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ക്രിപ്റ്റായിരുന്നു, നല്ല. പക്ഷെ ആ സിനിമ നടന്നില്ല. സാർ, അതുപോലെ സാറ് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടും ഉണ്ടല്ലോ അല്ലേ? നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന നാടകങ്ങളിൽ ഒരു നാടകത്തിൽ 1-2 നാടകത്തിൽ ചെറുതായിട്ടൊക്കെ തല കാണിച്ചിട്ടുണ്ട്. ഒന്നിനകത്തൊരു ലീഡ് റോളും ചെയ്തിട്ടില്ലെന്നില്ല. പക്ഷെ അഭിനയം, നാടകത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയവും രണ്ടാണ്. കാര്യം നാടകത്തിൽ കുറച്ചുകൂടെ അറിയാമല്ലോ, കുറച്ചുകൂടെ നമ്മൾ എന്താണ് നാടകീയത കൊടുക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് എത്രയോ പുറകിലേക്ക് ആൾക്കാരിങ്ങനെ ഇരുന്നിരുന്ന് ഏറ്റവും മുന്നിലിരിക്കുന്നവനും ഏറ്റവും പുറകിലിരിക്കുന്നവനും നമ്മളവിടെ സെന്റിമെന്റ്സ് ആണ് കാണിക്കുന്നതെങ്കിൽ ശരിക്കും നമ്മുടെ ക്ലോസ് ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. അവിടെ ബൈനോക്കുലർ വെച്ചല്ലല്ലോ ആളുകൾ നാടകം കളിക്കുന്നത്. അപ്പം അവന് ഫീൽ ചെയ്യുന്ന തരത്തിൽ നമ്മൾ വോയിസ് മോഡുലേഷനിലും നമ്മുടെ ആക്ഷനിലും ഒക്കെ ആ ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളും എല്ലാം ഇങ്ങോട്ട് തുടക്കം ഇരിക്കുന്നവനും ഒടുക്കം ഇരിക്കുന്നവനും ഒരേപോലെ കിട്ടത്തക്ക രീതിയിൽ. അപ്പം അവിടുത്താണ് അതിനകത്ത് ഒരു നാടകീയത നമ്മൾ പൊതുവെ പറയുന്നത്. അത് നാടകത്തിൻ്റെ ഒരു അങ്ങനെ കൊള്ളാം. അത് അഭിനയിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്ത 1-2 നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സാർ, അതുപോലെ സാറിൻ്റെ ഹോബീസ്, നിലവിലുള്ള ഹോബീസ് എന്തൊക്കെയാണ് സാർ? യാത്രകൾ ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞത് മെയിൻ ഹോബീസ് എന്ന് പറയുമ്പോൾ സിനിമ കാണുക, പിന്നെ അത്യാവശ്യം വായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ കൃത്യമായി എല്ലാ ദിവസവും വായിക്കുന്ന ശീലങ്ങളുണ്ടായിരുന്നു. ഇപ്പം ആ ശീലങ്ങളൊക്കെ പോയി. എനിക്ക് തോന്നുന്നു സമയം കിട്ടാറില്ല. എങ്കിലും കിട്ടുന്ന അവസരങ്ങളിൽ ഭയങ്കരമായ ഗ്രന്ഥങ്ങളൊന്നും വായിക്കലല്ല, കിട്ടുന്നതൊക്കെ വായിക്കുക എന്നുള്ളത്. പിന്നെ TV വാർത്ത കാണുക. അപ്പോൾ സാറിൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഡിന്നറാണ്. അതുപോലെ തന്നെ ഇനിയും സാറിന് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ.
അപ്പം ഇത്രയും സമയം നമുക്കൊപ്പം പുലരി ടി വിക്കൊപ്പം നമ്മൾ അവിടെ സമയം ചിലവഴിച്ചതിന് സാറിന് ഒരുപാട് നന്ദി. അതുപോലെ എനിക്കും സന്തോഷമുള്ള കാര്യമാണ് പുലരി ടി വിയോടൊപ്പം ഇത്രയും നേരം ആയിരിക്കാൻ കഴിഞ്ഞത് സന്തോഷമാണ്. പിന്നെ വിഷ്ണുപ്രിയയ്ക്കും ഒത്തിരി അവസരങ്ങളുണ്ടാകട്ടെ. വളരെ മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.